NCP കേരള ഘടകം ഔദ്യോഗിക ഘടകമായിട്ടുള്ള അജിത് പവാർ വിഭാഗവുമായി ലയിക്കാൻ ഒരു രീതിയിലും താല്പര്യം കാണിക്കാതെ ശരത് പവാറുമായി തന്നെ യോജിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ശരത് പവാർ എന്നാൽ കൃത്യമായും ചില നീക്കങ്ങൾ നടത്തുകയാണ്. കേരളത്തിലെ NCP ഘടകം ഇടതുപക്ഷം വിട്ടുകൊണ്ട് UDFിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിക്കുന്ന വേളയിൽ AK ശശീന്ദ്രൻ ഒഴികെ മറ്റെല്ലാവരും ഐക്യദാർഢ്യത്തോടെ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ NCPയുടെ അധ്യക്ഷനായിട്ടുള്ള PC ചാക്കോ ഉൾപ്പെടെയുള്ളവർക്ക് അതുതന്നെയാണ് അഭികാമ്യം എന്ന രീതിയിലേക്ക് വരികയാണ്. മാണി സി കാപ്പൻ തിരികെ കേരള ഘടകത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ മധ്യ തിരുവിതാംകൂറിൽ വോട്ട് ഷെയർ വർദ്ധിക്കുകയും NCPക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും എന്നതാണ് PC ചാക്കോ മുന്നിൽ കാണുന്ന വഴി. അതുമാത്രമല്ല, കുട്ടനാട് MLA ആയിട്ടുള്ള തോമസ് കെ തോമസിനെയും എല്ലാ രീതിയിലും അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. നമുക്കറിയാം, LDFിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ തന്നെയാണ് മാണി സി കാപ്പൻ NCPക്ക് വേണ്ടി പാലാ സീറ്റ് ഉപതെരഞ്ഞെടുപ്പിലൂടെ ജോസ് ടോം പുലിക്കുന്നേലിനെ 3000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി പിടിച്ചെടുത്തത്. എന്നാൽ രാഷ്ട്രീയ നെറുകേടിൻ്റെ അപ്പോസ്തലനായി നിൽക്കുന്ന പിണറായി വിജയൻ ഒരു കാരണവശാലും മാണി സി കാപ്പന് പാലാ സീറ്റ് നൽകില്ല എന്ന ശാഠ്യം പിടിച്ചതോടെയാണ് മാണി സി കാപ്പൻ NCP വിട്ട് കേരള ഘടകത്തിൻ്റെ എതിർ ചേരിയിലേക്ക്, അതായത് UDF ചേരിയിലേക്ക് അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുകയും അവിടെ ജോസ് കെ മാണിയെ 15,000-ഓളം വോട്ടുകൾക്ക് കെട്ടുകെട്ടുകയും ചെയ്തു. ഇതോടുകൂടിയാണ് മാണി സി കാപ്പൻ എത്രത്തോളം പാലാക്കാർക്ക് പ്രിയങ്കരനാണ് എന്നുള്ള തിരിച്ചറിവ് NCPക്കും PC ചാക്കോയ്ക്കും സംസ്ഥാന നേതാക്കൾക്കും, എന്തിനധികം പറയുന്നു പിണറായി വിജയനും ഉൾപ്പെടെ വന്നത്. നേരത്തെ പാർട്ടിയുടെ അധ്യക്ഷനായ ശരത് പവാറിനെ കണ്ട് മാണി സി കാപ്പൻ തൻ്റെ വിഷമം അറിയിച്ചെങ്കിലും അന്നേരം ഉരുണ്ട് കളിക്കുകയല്ലാതെ കാര്യമായി ഗൗനിക്കാത്തതിൻ്റെ ഫലം വലിയ രീതിയിൽ കൊടുക്കേണ്ടി വന്നു. കേരള ഘടകം NCP തീർച്ചയായും UDFിൻ്റെ കൂടെ നിൽക്കേണ്ടതാണ് എന്ന് ശരത് പവാർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ഇനിയൊരു പുനർവിചിന്തനത്തിൻ്റെ ആവശ്യം പോലും ഉദിക്കുന്നില്ല. നേതാക്കളെല്ലാം ചർച്ച കൂട്ടി ആ പ്രമേയം അങ്ങ് പാസ്സാക്കിയാൽ മതി. കാരണം ഇടതുപക്ഷവുമായി സഹകരിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് BJPക്ക് വളം വയ്ക്കുക എന്നതിന് തുല്യമാണ്. കോൺഗ്രസിനെയും കോൺഗ്രസ് പ്രവർത്തകരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ആക്രമണ ശൈലി പിന്തുടരുന്ന CPIMനോട് ഒരു രീതിയിലും അനുഭാവം കാണിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ ശരത് പവാർ ദേശീയ തലത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ ഘടകത്തിന് താല്പര്യമില്ലെങ്കിൽ NCP പുലരട്ടെ, പിരിച്ചു വിടട്ടെ എന്ന രീതിയിലേക്ക് വരും. PC ചാക്കോയ്ക്ക് കൃത്യമായി അറിയാം കേരളത്തിലെ ഇടതുപക്ഷം ഇനി ഗതി പിടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചുവട് മാറ്റാൻ തയ്യാറാകുന്നത്.